പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അത്തരമൊരു വാർത്തയിലേക്ക് തന്നെയാണ്. ഓർത്തഡോക്സ് യാക്കോബായ തർക്കം നിലനിൽക്കുന്ന മഴുവന്നൂർ സെന്റ് തോമസ് പള്ളിയിൽ കോടതി വിധി നടപ്പാക്കാനുള്ള ശ്രമം ഇന്ന് പോലീസ് നടത്തും. യാക്കോബായ സഭാ വിശ്വാസികളുടെ വലിയ പ്രതിഷേധത്തെ തുടർന്ന് പള്ളി ഏറ്റെടുക്കാനെത്തിയ ഉദ്യോഗസ്ഥരുൾപ്പെട്ട സംഘം കഴിഞ്ഞ തവണ മടങ്ങിയിരുന്നു. എസ് ശരണിലേക്കാണ് വിവരങ്ങൾക്കായി പോകുന്നത്. ശരൺ, ഇന്നും ഇപ്പോൾ കോടതി വിധി നടപ്പിലാക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നതെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ തവണയൊക്കെ ഇത്തവണ ഈ നിലവിൽ ഈ സംവിധാനം വിധി നടപ്പാക്കാൻ ശ്രമിച്ച സമയത്തുണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. യാക്കോബായ വിശ്വാസികൾ ഒന്നടങ്കം എതിർപ്പുമായി വന്നിരുന്നു. ഇന്നും അതേ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളാണോ പുരോഗമിക്കുന്നത്? പോലീസിന് എന്താണ് ചെയ്യാൻ കഴിയുക? ഇന്നലത്തേന് സമാനമായി അതേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്നും പ്രതീക്ഷിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഈ ഹൈക്കോടതി കേസ് പരിഗണിച്ചിരുന്നു. അപ്പോൾ സുപ്രീം കോടതി വിധി, അതായത് ഈ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതി വിധി നടപ്പിലാക്കണമെന്നുള്ള കർശന നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് 6 പള്ളികളിൽ ഈ വിധി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് ശക്തമാക്കുകയും ചെയ്തിരുന്നത്. ഇന്നലെ പുളിന്താനം പള്ളിയിലേക്ക് പോലീസ് സംഘം എത്തിയിരുന്നു. ഈ വിധി നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നതാണ്. പക്ഷേ യാക്കോബ വിശ്വാസികൾ ശക്തമായി തന്നെ അതിനെ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ തഹസിൽദാർ അടങ്ങുന്ന സംഘം അവിടെ നിന്ന് മടങ്ങി പോവുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് മഴുവന്നൂർ പള്ളിയിലും സമാനമായി തന്നെ വിധി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് അറിയിച്ചിരിക്കുന്നത്. രാവിലെ തന്നെ വലിയ രീതിയിൽ പോലീസ് സന്നാഹം അവിടെയുണ്ട്. തഹസിൽദാർ അടങ്ങുന്ന സംഘം അല്പസമയത്തിനകം തന്നെ അവിടേക്ക് എത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ പുളിന്താനം പള്ളിയിൽ കണ്ടതിന് സമാനമായി തന്നെ യാക്കോബായ വിശ്വാസികൾ വലിയ തോതിൽ ഈ പള്ളിക്കകത്ത് തമ്പടിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഈ യാക്കോബ വിശ്വാസികളുടെ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ട് പോലീസ് ഈ വിധി നടപ്പിലാക്കുമോ എന്നുള്ളതാണ് ഇനി പ്രധാനമായും കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഒരു സംഘർഷാവസ്ഥ ഒഴിവാക്കുക എന്നുള്ളൊരു ജാഗ്രത കൂടി പോലീസിന് മുന്നിലുണ്ട്. നേരത്തെ തന്നെ പോലീസ് പലപ്പോഴായി കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് വലിയ സംഘർഷത്തിലേക്ക് പോകും, ചോര വീഴും നിലയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയേക്കാമെന്നുള്ള പറഞ്ഞിരുന്നതാണ്. എന്തായാലും അത് ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യം കൂടി പോലീസിന് മുന്നിലുണ്ട്. പരമാവധി സമവായത്തിലൂടെ തന്നെ ഈ പള്ളി ഏറ്റെടുക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. എന്തായാലും ഇന്നും കൂടി ഈ പള്ളി ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്നത് തിങ്കളാഴ്ചയാണ്, മറ്റന്നാളാണ്. അന്ന് ഈ ഇത്തരത്തിൽ ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം പോലീസ് അറിയിക്കുകയായിരിക്കും ചെയ്യുക.